കോശമസ്തിഷ്കം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ്. കോശമസ്തിഷ്കം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ്. അഥവാ എന്ന് വെച്ചാൽ കോശമർമ്മം, ന്യൂക്ലിയസ്. കോശമസ്തിഷ്കം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ്. കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. കോശത്തിൻ്റെ പവർ ഹൗസ് മൈറ്റോകോൺട്രിയ. കോശത്തിൻ്റെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നതും മൈറ്റോകോൺട്രിയ. കോശത്തിൻ്റെ പവർ ഹൗസ് മൈറ്റോകോൺട്രിയ. കോശത്തിൻ്റെ കെമിക്കൽ ഫാക്ടറി മൈറ്റോകോൺട്രിയ. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അഥവാ അന്തർദ്രവ്യ ജാലിക. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അഥവാ അന്തർദ്രവ്യ ജാലിക. ആത്മഹത്യാ സഞ്ചികൾ, ഡൈജസ്റ്റീവ് ബാഗ്, ഡെമൊലിഷൻ സ്ക്വാഡ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ലൈസോസോമാണ്. ആത്മഹത്യാ സഞ്ചികൾ, ഡൈജസ്റ്റീവ് ബാഗ്, ഡെമൊലിഷൻ സ്ക്വാഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? ലൈസോസോം. എന്താണ് ലൈസോസോം? കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്ന കോശാംഗമാണ് ഏത്? ലൈസോസോം. അപ്പം എങ്ങനെയാണ്? കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്ന കോശാംഗമാണ് ലൈസോസോം. കോശത്തിൻ്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ATP ആണ്. കോശത്തിൻ്റെ എനർജി കറൻസി എന്ന് പറയുന്നത് ATP ആണ്. കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾഗി കോംപ്ലക്സ്. കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾഗി കോംപ്ലക്സ്. കോശത്തിൽ പ്രവൃത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് പ്രോട്ടീനാണ്. കോശത്തിൽ പ്രവൃത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് പ്രോട്ടീൻ. കോശമസ്തിഷ്കം ന്യൂക്ലിയസ്. കോശത്തിൻ്റെ പവർ ഹൗസ് മൈറ്റോകോൺട്രിയ. കോശത്തിൻ്റെ കെമിക്കൽ ഫാക്ടറി മൈറ്റോകോൺട്രിയ. കോശാസ്ഥികൂടം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അഥവാ അന്തർദ്രവ്യ ജാലിക. ആത്മഹത്യാ സഞ്ചികൾ, ഡൈജസ്റ്റീവ് ബാഗ്, ഡെമൊലിഷൻ സ്ക്വാഡ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ലൈസോസോം. കോശത്തിൻ്റെ എനർജി കറൻസി ATP. കോശത്തിലെ ട്രാഫിക് പോലീസ് ഗോൾഗി കോംപ്ലക്സ്. കോശത്തിൽ പ്രവൃത്തിയെടുക്കുന്ന കുതിരകൾ പ്രോട്ടീൻ.